അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു നന്മയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് കുട്ടിയുടെ പഠന കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് താങ്കളാണല്ലേ? അതെ, ഞാനായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യമൊന്നും പുറത്തു വിടാറില്ല. അത് തന്നെ ആരും അറിഞ്ഞൊന്നുമില്ലായിരുന്നു. അതിനാവശ്യമുള്ള എല്ലാം സഹായിച്ചു കൊടുത്തു. സ്കൂളിൽ കൊണ്ടാക്കി സ്കൂൾ അധികൃതരുമായി സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്തു. ഫീസിൻ്റെ എല്ലാം ഏർപ്പാട് ചെയ്തു. തുടർന്ന് പഠിക്കാനുള്ള അവസരം എല്ലാം ഉണ്ടാക്കിക്കൊടുത്ത് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാം ചെയ്തു കൊടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെവി ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കും. അത് ഇനി അടുത്ത സമയത്തൊന്നും മാറുമെന്ന് തോന്നുന്നില്ല. ഓപ്പറേഷൻ മുഖാന്തരം അത് മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത്. എന്നാലും ഞാനിവിടെ വരാൻ കാരണം തന്നെ ഞാൻ രാത്രി ഒരു മണിയായെങ്കിലും കഴിഞ്ഞാണ് ഇല്ലേ? 2 മണിയാങ്ങാണ്ടായി. രാത്രി ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഡ്യൂട്ടി സമയമായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഒരാൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വന്നേ. അപ്പോഴത്തേക്ക് അതൊക്കെ ഏതാണ്ട് പരിഹരിച്ച് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ കുട്ടിയുടെ ഉമ്മായും ഇതും കൂടെ വന്നത്. ആരാന്ന് ചോദിച്ചപ്പോൾ അടുത്ത വീട്ടിലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു, എത്രയിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. 9ലാണ് പഠിക്കുന്നത്. ഇപ്പം ക്ലാസ്സിനൊന്നും പോകുന്നില്ല, ബുദ്ധിമുട്ടില്ല. അങ്ങനെ കുറേ ദിവസമായി പോയിട്ട് ഇനി ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തിങ്കളാഴ്ച സ്കൂളിൽ വരണം, ബാക്കിയൊന്നും നീ അറിയണ്ട, തിങ്കളാഴ്ച നീ സ്കൂളിൽ വരണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. ആ ഡ്യൂട്ടി സമയമാണെങ്കിൽ ഇവരെല്ലാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം കണ്ട് ഇവരെയൊക്കെ വീട് കണ്ടപ്പം സങ്കടപ്പെട്ടു പോയി, കണ്ണ് നിറഞ്ഞു പോയി. ആ ഒരു അവസ്ഥയിലായിരുന്നു ഇതിനകത്തെ ആ കിടത്ത. വാപ്പാണെങ്കിൽ മദ്യപിച്ച് ലെക്കില്ലാതെ അടുക്കളയിലോട്ട് കിടക്കുന്നു. കേട്ടാ, വാപ്പ മദ്യപിച്ച് ലെക്കില്ലാതെ അടുക്കളയിലോട്ട് കിടക്കുന്നു. കണ്ണ് കാണാൻ വയ്യാത്ത ഉമ്മ തൊട്ടടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ 2 മക്കളും ഇതിൻ്റെ ഉമ്മ എല്ലാം കൂടെ ഈ കാണുന്ന ഒരു കൊച്ചു റൂമിലാണ് അവിടെ അന്തി ഉറങ്ങുന്നതും പാചകം ചെയ്യുന്നതുമെല്ലാം. അതും വാടകക്കാരൻ വാടക കൊടുക്കാൻ താമസിച്ചാൽ അയാൾ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുക, ഇറക്കി വിടാൻ നോക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ മക്കളും കുടുംബവും കഴിഞ്ഞു പോകുന്നത്. ആ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിവിടെ എത്തിപ്പെട്ട് അങ്ങനെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഞാനങ്ങ് പോയെങ്കിൽ ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെടുമായിരുന്നു. എൻ്റെ ഇടയ്ക്കൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ തിരക്കി. എന്നിട്ട് ഇടയ്ക്ക് ചികിത്സിക്കാൻ പോകാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതിനാൽ അങ്ങനെയൊക്കെ നിന്നു. പിന്നെ ഇന്നലെ മെനഞ്ഞാന്നാണ് ഞാൻ ഈ വീഡിയോ കാണുന്നതും. വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മോളെ വിളിച്ചപ്പം തന്നെ ഇങ്ങനെ ഓരോരുത്തന്മാർ വിളിച്ച് അശ്ലീലങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അത് നമുക്ക് പരിഹരിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞ് മോളെ സമാധാനപ്പെടുത്തി. അങ്ങനെ ഞാനും ഇന്ന് മോളെയും എൻ്റെ ഉമ്മയും കൂടെ വിളിച്ച് ഒരു ഫെഡറൽ ബാങ്കിലെ ഒരു അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ മൂന്നാംകുട്ടി സിയാറത്ത് മൂട് ജമായത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. നമ്മളെ നിന്നും ഇവരെ ഗ്രൂപ്പ് മുഖാന്തരമൊക്കെ നമ്മളെ സിയാറത്ത് മൂട് പള്ളിയിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടിയതാണ്. അത് കണക്ക് ഇവരെ ഗ്രൂപ്പിൽ നിന്നും സഹായം ചെയ്തതായിട്ടാണ് എൻ്റെ അറിവ്. അങ്ങനെ ഞാൻ ഈ അനുസം കൂടെ പോയി ഇന്ന് പുതിയ അക്കൗണ്ടൊക്കെ എടുത്തു. ഉമ്മയുടെ പേരിൽ അക്കൗണ്ട് എടുത്തു. ഗൂഗിൾ പേ കുറച്ച് താമസിക്കും. കഴിയുന്നവർ ഈ അക്കൗണ്ട് നമ്പർ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം. ഗൂഗിൾ പേ ഒരു ചെറിയ ഡിലേ ഉണ്ട്. എല്ലാവരും അതിനോട് യോജിക്കണം, സഹകരിക്കണം. ഇത് പലരും ഫേക്കാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല. ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് ആരും ഫേക്കാണെന്ന് വിചാരിക്കേണ്ട. ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിയാണ്, ഒരു കുടുംബമാണ്. ഒരു കയറിക്കിടക്കാടം ഇല്ല, ഒരു തരി മണ്ണ് പോലും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അവരെ സഹായിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരും കടമയാണ്. ഈ വീഡിയോ കാണുന്ന എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ഈ കുടുംബത്തെ സഹായിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.